തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആറന്മുളയിൽ ഇങ്ങനെ ഒരു പദ്ധതിക്കായി സർക്കാർ നീക്കം നടത്തുന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം, അങ്ങനെ ഒരു പദ്ധതിയും വേണ്ട എന്ന തീരുമാനമെടുത്തതിന് ശേഷം ഒരു കത്ത് പോവുകയാണ് ഇപ്പോൾ. എങ്ങനെ വേണം മനസ്സിലാക്കാൻ? IT സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഇങ്ങനെ സാധ്യത തേടി കത്തയച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക്. എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ തിരുവഞ്ചൂർ? പറയുന്ന വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരു ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? ഒന്ന് പറയും വേറൊന്ന് നടപടികളൊട്ടും. ബഹുജന സമക്ഷത്തിലുള്ളതല്ലേ അവരുടെ നിലപാടുകളൊക്കെ. അവിടെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും നീങ്ങണ്ട എന്ന ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തതിന് ശേഷം അടിയിലൂടെ പണി നടത്തുന്നു എന്നുള്ള നില വരുന്നത് ഗുണകരമാണോ? അത് ഒരു വിശ്വാസ്യതയെ തന്നെ ബാധിക്കില്ലേ? ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ട് ഡിസ്ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നടപടി ഒരു ഗവൺമെന്റ് എടുത്താൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന നമ്മൾ പ്രതികരിക്കുന്ന നമ്മളുടെ പോലും ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഒന്ന് ഈ കബളിപ്പീര് പണി നിർത്തണം. ജനങ്ങൾക്ക് കൂടെ താല്പര്യമുള്ള അവരോടുള്ള പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നലോടുകൂടി നിൽക്കാൻ കഴിയണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രദേശത്ത് ഒരു പദ്ധതി വരുന്നതിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇവിടെ IT സെക്രട്ടറിയാണ് കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ആ തരത്തിൽ ഒരു നീക്കം നടത്തിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇല്ലേ? ആറന്മുളയിലും പത്തനംതിട്ട ജില്ലയിലും മധ്യ തിരുവിതാംകൂറിലും താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളില്ലേ? അതിന്റെ ജനപ്രതിനിധികളില്ലേ? മൊത്തത്തിൽ ഇതെല്ലാം കൂടി നോക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ സമൂഹം എന്ന് പറയുന്നതില്ലേ? അപ്പൊ ഇവർ തീരുമാനമെടുക്കുക, ഇവർ നടപ്പാക്കുക, എല്ലാവരും അതനുസരിക്കുക, ബാക്കിയുള്ള ആളുകൾ, അസംതൃപ്തിയുള്ള ആളുകൾ കണ്ണുപൂട്ടി പോവുക. ആ ഒരു ധിക്കാര മനോഭാവത്തിന്റെ പിന്തുടർച്ചയല്ലേ ഇപ്പൊ ഇത് നടക്കുന്നത്? അത് ശരിയല്ലല്ലോ. ആലോചിക്കേണ്ടവരുമായിട്ട് ആലോചിക്കണ്ടേ? അതിനുള്ള ഒരു പൊതു അഭിപ്രായം ഉണ്ടാകണ്ടേ? മാത്രമല്ല, വികസനത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് ഒരു പൊതു അജണ്ട ഉണ്ടാകേണ്ടതിന്റെ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് കരുതാമോ? മുഖ്യമന്ത്രിയുടെ വകുപ്പിനകത്ത് മുഖ്യമന്ത്രി അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല എന്നാണ് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതൊക്കെ ഉണ്ടായത്? CPI മന്ത്രിമാർ ഏതായാലും അറിഞ്ഞിട്ടില്ല. ആ വകുപ്പുകൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ CPI നേതാക്കൾ അടക്കം ആവശ്യപ്പെടുന്നത് അന്വേഷണം വേണമെന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അപ്പോൾ അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള വിവരം അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപ്പോസൽ വന്ന ആദ്യ തുടക്കത്തിൽ തന്നെ അവർ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വ്യത്യസ്ത അഭിപ്രായത്തെ മാനിക്കാതെ ഇവർ മുന്നോട്ട് പോവുകയുണ്ടായത്. അപ്പൊ ഏറ്റവും അവസാനം വന്നിട്ട് ഇപ്പൊ പറയുന്ന വാർത്ത കറക്റ്റാണ് എന്ന് വരികിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്ത് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് നീങ്ങുകയാണ്. ആ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് നിയന്ത്രിക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റും റവന്യൂ വകുപ്പ് മന്ത്രിയും ഒരു ഭാഗത്ത് ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ ഈ ഗവൺമെന്റിന്റെ എന്ത് ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടി വരിക? ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു പദ്ധതി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് IT സ്പെഷ്യൽ സെക്രട്ടറിയാണ്. എങ്ങനെയാ? ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ പദ്ധതി വേണ്ട എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത്. അതിനുശേഷം IT സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നാണ് ഈ ദുരൂഹ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ മേളിലാണോ IT സ്പെഷ്യൽ സെക്രട്ടറി? ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അവിടെ ഓൾ ഇന്ത്യ സർവീസിലെ കേരളത്തിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളല്ലേ? പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹമല്ലേ നമ്പർ 1 ഉദ്യോഗസ്ഥരില്. അദ്ദേഹം എടുത്ത തീരുമാനത്തെ ഒരു വിലയുമില്ല എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാകുമോ? അത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അതിലൂടെ കേരളത്തിലെ സിവിൽ സർവീസിനെ മൊത്തം അവഹേളിക്കുന്നതിന് തുല്യമാവില്ലേ? അതൊക്കെയാണോ ഇപ്പം നടക്കണം എന്നിവർ ആഗ്രഹിക്കുന്നത്? ശ്രീ തിരുവഞ്ചൂർ, പ്രതിപക്ഷം ഇതിനെ ഏത് രീതിയിലാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
ഗവൺമെന്റിന്റെ പ്രപ്പോസൽ ആദ്യം പുറത്തോട്ട് വരട്ടെ. ഗവൺമെന്റ് ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെയും ദുരൂഹമായി സംസാരിക്കാതെയും ഇരുട്ടത്തുകൂടി നീങ്ങാതെയും ഗവൺമെന്റ് സുതാര്യമായി അവരുടെ എന്താ പ്രപ്പോസൽ എന്നുള്ളത് ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കേരള ജനസമൂഹമായിട്ട് അവർ സംവാദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരൊരു പ്രപ്പോസൽ പറയുന്നു, അതിന്റെ പിന്നാലെ എല്ലാവരും കൂടിക്കോ എന്നുള്ള നിലയാണെന്ന് വരികിൽ പിന്നെ നമ്മൾ എന്താ അഭിപ്രായം ചാടിക്കയറി പറയാന്? നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.